വാർത്തകളിലേക്ക്. ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ. ഇറാൻ വെടിനിർത്തൽ ലംഘിച്ച് മിസൈൽ അയച്ചെന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഏത് നിമിഷവും തെഹ്റാനെ ആക്രമിക്കുമെന്ന ഇസ്രായേൽ ഭീഷണി മുഴക്കി. ബി കെ സുഹേലുണ്ട് വിവരങ്ങൾ നൽകാനായി. ബി കെ സുഹേൽ, ഏത് നിമിഷവും തെഹ്റാനിൽ ആക്രമണമെന്ന ഭീഷണിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരം? അജി, ചെറിയ ഒരു നിമിഷത്തെ സമാധാനത്തിന് ശേഷം വീണ്ടും സംഘർഷാവസ്ഥ ഉരുണ്ടുകൂടുന്ന സാഹചര്യമാണ് പശ്ചിമേഷ്യയിലുള്ളത്. ഇറാൻ വീണ്ടും ഈ വെടിനിർത്തൽ ലംഘിച്ച് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചു എന്നൊരു ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചു. അതിനു പിന്നാലെ രണ്ട് മന്ത്രിമാർ, ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും അതേപോലെ തന്നെ ധനമന്ത്രി ബസലേൽ സ്മോട്രിച്ചും ഇറാനെ ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് മാത്രമല്ല ഇറാനിൻ്റെ തലസ്ഥാനമായ ടെഹ്റാൻ കുലുങ്ങുന്നത് നിങ്ങൾക്ക് കാണാം എന്നും ഭീഷണി മുഴക്കുകയാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇറാൻ ഒരു പ്രതികരണം നടത്തുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഈ വെടിനിർത്തൽ സമയത്തിന് ശേഷം ഇസ്രായേലിലേക്ക് ഒരു മിസൈലും അയച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ വീണ്ടും യുദ്ധം തുടങ്ങാനുള്ള ഇസ്രായേലിലെ തന്നെയുള്ള ചില ആളുകളുടെ താല്പര്യങ്ങളാണോ ഇത് എന്ന സംശയങ്ങൾ ബലപ്പെടുകയാണ്. ഏതായിരുന്നാലും നമുക്ക് കാത്തിരിക്കേണ്ടി വരും നിമിഷങ്ങൾ എങ്ങനെയൊക്കെയാണ്. ഇസ്രായേൽ ഇനി ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്ഥിതിഗതികളാകെ വീണ്ടും കലുഷിതമാകുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് ഇറാന് തിരിച്ചടിക്കേണ്ടി വരും. ഇപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് ഇറാൻ പറയുന്നത്. നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം, ഇസ്രായേലാണ് ഏകപക്ഷീയമായി ഈ യുദ്ധം തുടങ്ങിയത്. അത് അവസാനിപ്പിക്കേണ്ടത് ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേൽ ഈ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ ആ നിമിഷം ഞങ്ങളും പിൻവാങ്ങാം എന്നാണ് അറിയിച്ചിരുന്നത്. കഴിഞ്ഞ രാത്രി ഡൊണാൾഡ് ട്രംപിൻ്റെ നാടകീയമായ ഒരു നീക്കങ്ങൾക്കൊടുവിലാണ് ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടാകുന്നത്. ദോഹയിലെ അല്ലുദൈദ് US സൈനിക താവളത്തിന് നേരെ ഇറാൻ ഒരു മിസൈൽ അയക്കുന്നു. ആ മിസൈൽ അവിടെ പതിച്ച ഉടനെ തന്നെയാണ് ഇത്തരം ഒരു നീക്കങ്ങളിലേക്ക് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു 12 ദിവസത്തെ യുദ്ധം അത് അവസാനിക്കാൻ പോവുകയാണ്. ഇസ്രായേലും ഇറാനും ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇതുമായി ധാരണയിലെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യൽ വഴി അദ്ദേഹം അറിയിക്കുകയായിരുന്നു. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ ഇറാനും ഇസ്രായേലും അത് അംഗീകരിച്ചില്ല. അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായി എന്ന സ്ഥിരീകരണം വരുത്തിയില്ല. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി എപ്പോഴും പറഞ്ഞു, ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഇസ്രായേൽ ആക്രമണം നിർത്തിയാൽ ഞങ്ങളും നിർത്തും എന്ന ഒരു നിലപാടിലേക്കായിരുന്നു അബ്ബാസ് അറാക്ചി പോയത്. തൊട്ടുടനെ തന്നെ ഇസ്രായേൽ ഇറാന് മുകളിൽ വലിയ ബോംബ് മഴ വർഷിക്കുന്ന തരത്തിൽ വലിയ ആക്രമണം നടത്തി. അതിൽ IRGCയുടെ കമാൻഡർ അടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ വലിയൊരു മിസൈൽ ശേഖരം, ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുന്നത്. അത് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ അത് അവിടെ എത്തുകയും ചെയ്തു. അവിടെ ഇന്ന് രണ്ടിടങ്ങളിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. ഒന്ന് ചെലവീവാണ്, മറ്റൊന്ന് ബീർഷബയിലാണ്. ബീർഷബ നഗരത്തിൽ ഇന്ന് ഇസ്രായേലിലെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. 7 നില കെട്ടിടമാണ് തകർന്നത്. ആ കെട്ടിടത്തിനുള്ളിൽ ആണ് നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അതിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്.